ഇന്നേ നമുക്ക് മീനില്ല മീൻ കറി വെക്കാണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം. ഞാൻ ചേർത്തത് 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മീൻ കറി വെക്കുന്നതിന് പകരം പക്ഷേ മീൻ ഇടുന്നില്ല, അതിന് പകരം നമ്മുടെ മാങ്ങ മാത്രം ഇട്ടിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ. നോമ്പിലെ ഇടയ്ക്ക് വെക്കാവുന്ന ഒരു കറിയാണിത്. വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, നമ്മുടെ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അത് മുളക് നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായ മുളകാണ് ചേർക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മാങ്ങ നീളത്തിൽ അരിഞ്ഞാൽ മതി. പിന്നെ ഇതിലേക്ക് 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് ചേർക്കാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് ആ മാങ്ങ നന്നായി വേവണ വരെ അത് തിളപ്പിക്കുക. അപ്പോഴേക്കും അത് നന്നായി ഒന്ന് കുറുതായി വരും കേട്ടോ. നന്നായി ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തെമ്പാൽ ചേർത്താണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തെമ്പാൽ ചേർക്കാൻ, അല്ലെങ്കിൽ പിരിയും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഉള്ളിയും അതുപോലെ നമ്മുടെ കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചു. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മീനില്ല മീൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു.